Good afternoon. കുറച്ച് ദിവസമല്ല നമ്മളെ കണ്ടിട്ട് അങ്ങനെ ക്ലാസ്സിലേക്ക് കയറാറില്ലല്ലോ. കാണാറില്ലല്ലോ മിസ്. Good afternoon. Okay. Okay, chapter quality management formulas ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് 14 വരെയാണ് നമ്മൾ എടുത്തത് അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് എന്തായിരുന്നു? 15 നോക്കിക്കോളൂ കേട്ടോ. 15 central line associated bloodstream infection rate. Central line associated bloodstream infection rate. അപ്പോൾ സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാല് എഴുതിയെടുത്തോളൂ കേട്ടോ. സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാല് ലാർജ് വെയിനിലേക്ക് ലോങ് തിൻ ട്യൂബ് പ്ലേസ് ചെയ്യുന്ന പ്രൊസീജിയർ. ലാർജ് വെയിനിലേക്ക് ലോങ് തിൻ ട്യൂബ് പ്ലേസ് ചെയ്യുന്ന പ്രൊസീജിയർ. നമ്മൾ ട്രിപ്പ് ഇടാനായിട്ട് അതുപോലെ മെഡിസിൻസ് കൊടുക്കാനായിട്ട് എന്താണ് ഈ ട്യൂബിലൂടെയാണ് ചില ആളുകൾക്ക് മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ ഈ തിൻ ട്യൂബ് നമ്മുടെ ലാർജ് വെയിനിലോട്ട് കയറ്റുമ്പോ ഇൻഫെക്ഷൻസ് വരാറുണ്ട്, ബ്ലഡില് ഇൻഫെക്ഷൻസ് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള റേറ്റ് ആണ് ആർക്കൊക്കെയാണ് ഇവിടെ ഇൻഫെക്ഷൻസിന്റെ വെയിനിലേക്ക് തിൻ ട്യൂബ് കയറ്റുമ്പോ ഇൻഫെക്ഷൻ വരുന്നത്. റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് bloodstream infections in a month divided by number of central line days in that month into 1000. Okay. അപ്പോ ഫോർമുലയിൽ പറഞ്ഞത് എന്താണ്? നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് bloodstream infection in a month. ഒരു മന്തില് ഇങ്ങനെ സെൻട്രൽ ലൈനിലേക്ക് കൂടി എന്ത് ചെയ്യുന്നുണ്ട് നമ്മള്? ലാർജ് വെയിനിലേക്ക് കൂടി. സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാല് ലാർജ് വെയിനിലേക്ക് കൂടി ലോങ് തിൻ ട്യൂബ് കയറ്റുമ്പോ ഇൻഫെക്ഷൻസ് വരാറുണ്ട്. അപ്പൊ ആർക്കൊക്കെ ഏത് പേഷ്യൻസിനൊക്കെയാണ് അങ്ങനെ വന്നിരിക്കുന്നത്? അവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത് ഇൻടു 1000. ഇനി എല്ലാവർക്കും ഇങ്ങനെ ചെയ്യുമ്പോ എല്ലാവർക്കും ഇൻഫെക്ഷൻ വരണമെന്നില്ല അല്ലെ? അപ്പൊ ആ മന്തില് എത്ര പേർക്ക് ഇങ്ങനെയുള്ള സെൻട്രൽ ലൈനിൽ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ ലാർജ് വെയിനിൽ കൂടി ഇങ്ങനെയുള്ള പ്രൊസീജിയർ ലോങ് തിൻ ട്യൂബ് കയറ്റിയിട്ടുണ്ട്. അവരുടെ ടോട്ടൽ എണ്ണം ഇൻടു 1000. ഇനി എത്ര പേർക്കാണ് വന്നിരിക്കുന്നത്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കിടക്കുന്നത് കേട്ടോ. ഓക്കെ, ന്യൂമറേറ്ററിൽ കിടക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് bloodstream infections in a month. ആ മന്തില് അല്ലെങ്കിൽ ഒരു മന്തില് ഇങ്ങനെയുള്ള നമ്മൾ സെൻട്രൽ ലൈൻ ചെയ്യുമ്പോ അല്ലെങ്കിൽ ലോങ് തിൻ ട്യൂബ് ആ വെയിനിലൂടെ കയറ്റുമ്പോ ഇത്ര പേർക്ക് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. അവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ഈ പ്രൊസീജിയർ ചെയ്തിട്ടുള്ള ടോട്ടൽ പേഷ്യന്റിന്റെ എണ്ണം ഇൻടു 1000. ക്ലിയർ ആയോ? സെൻട്രൽ ലൈൻ. ഓക്കെ, ഇനി എന്താണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് അല്ലെ? എന്താണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ? ഓർമ്മയുണ്ട്, നമ്മൾ CSST പഠിച്ചിട്ടുണ്ട്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്താണ്? സർജറി ചെയ്യുമ്പോ അവര് ചിലപ്പോ മര്യാദക്കായിരിക്കില്ല ആ എന്താണ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അണുമുക്തമാക്കാതെ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കൈകളിൽ നിന്നൊക്കെ അണുക്കള് അതില് കടക്കാനായിട്ട് സാധ്യതയുണ്ടാകുന്നു. അങ്ങനെ ആ സർജിക്കൽ ബൗണ്ടില് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. ഓക്കെ, ശരിയായ രീതിയിൽ ചിലപ്പോ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കറക്റ്റ് രീതിയിൽ
ആ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ഐറ്റംസ് അല്ലെങ്കിൽ എന്താണ് എക്യുപ്മെന്റ്സ് ശരിയായ രീതിയിൽ സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അതിലൊക്കെ എന്തുണ്ടാവും, അണുക്കൾ ഉണ്ടാവും അല്ലെ. നമ്മൾ അവിടെ സർജറി ചെയ്യുമ്പോൾ ആ സർജിക്കൽ വാങ്ങില്ല, സർജറിയുമായിട്ട് ബന്ധപ്പെട്ട മുറിവില് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. ഓക്കെ, അതിന്റെ റേറ്റ് ആണ് ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫോർമുല നോക്കി, നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഇൻ എ ഗിവൺ മന്ത് divided by number of surgeries performed in that month into 100. അപ്പോ എന്താണ്, ഒരു മന്തില് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഉണ്ടായവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര സർജറീസ് ആണ് ആ മന്തില് പെർഫോം ചെയ്തിരിക്കുന്നത്, അവരുടെ ടോട്ടൽ എണ്ണം ടു 100. ക്ലിയർ ആയോ? കൺസെപ്റ്റ് കിട്ടുന്നതല്ലേ? എന്താണ്, ഒരു മന്തില് സർജറി ചെയ്യുമ്പോൾ എത്ര പേർക്കാണ് ഇൻഫെക്ഷൻ ഉണ്ടായത്, അവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര പേർക്ക് അവിടെ സർജറി ചെയ്തിട്ടുണ്ട്, അതിന്റെ എണ്ണം ഇൻറ്റു 100. ക്ലിയർ ആണോ? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കേണ്ട ഫോർമുലയാണ്, ഇമ്പോർട്ടന്റ് ആണ്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് കേട്ടോ മിസ്, വരാറുണ്ട് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് രണ്ട് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞത് ക്ലിയർ ആണോ? സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. ഈ 17th വണ്ണാണ് ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? കംപ്ലൈൻസ് എന്താ മീനിങ്? കംപ്ലൈൻസ് പരാതിയാണോ ഇവിടെ ഉള്ളത്? ഇവിടെ എന്താ മീനിങ്? ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നവരുടെ റേറ്റ്, പാലിക്കുക. കംപ്ലൈൻസ് എന്ന് പറഞ്ഞാല് പാലിക്കുക. ഹാൻഡ് ഹൈജീൻ അല്ലെ, ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നവരുടെ റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫോർമുല നോക്കിയേ, ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ് പെർഫോംഡ്, total number of hand hygiene actions performed divided by total number of hand hygiene opportunities into 100. എന്താണ് opportunities എന്ന് പറഞ്ഞാൽ? opportunities എന്താ? opportunities എന്താ? അവസരം. ഓക്കെ, അവസരങ്ങള്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻ പെർഫോംഡ് അല്ലെ, ന്യൂമറേറ്റർ. ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ് പെർഫോംഡ്. ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ് പ്രവർത്തനങ്ങളുടെ, ഹാൻഡ് ഹൈജീൻ ആക്ഷന്റെ പ്രവർത്തനങ്ങളുടെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ ഹാൻഡ് ഹൈജീൻ നടത്തുന്നതിനുള്ള അവസരങ്ങളുടെ, ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാല് അവസരങ്ങളുടെ എണ്ണം ഇൻറ്റു 100. ഒന്നുകൂടി പറയാം, ഹാൻഡ് ഹൈജീൻ ആക്ഷൻസിന്റെ പ്രവർത്തനങ്ങളുടെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ ഹാൻഡ് ഹൈജീൻ നടത്താനുള്ള അവസരങ്ങളുടെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെക്കണം. ആൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്, കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ പാലിക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് പറയട്ടെ, 18th വൺ. ഓക്കെ, നോക്കിക്കോളൂ, 18th വൺ. ഇമ്പോർട്ടന്റ് 17th വൺ കേട്ടോ, ഇപ്പൊ പറഞ്ഞത് ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. 18ാമത്തെ നോക്കിക്കോളൂ,
percentage of cases who received appropriate prophylactic antibiotics within the specified time frame. ഇതാണ് ഒരു നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ എത്ര പേഷ്യൻസ് സർജറി കഴിഞ്ഞ് രോഗനിവാരണവുമായിട്ട് ബന്ധപ്പെട്ട് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ച് അത്തരത്തിലുള്ള കേസുകളുടെ പെർസെന്റേജ് ആണ് ഇവിടെ കാണുന്നത് നമ്മള്. ഓക്കെ, ഒന്നുകൂടി പറയാം മിസ്. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ എത്ര പേഷ്യൻസ് സർജറി കഴിഞ്ഞ് രോഗനിവാരണത്തിന് വേണ്ടി ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചു, അത്തരത്തിലുള്ള കേസുകളുടെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് പേഷ്യൻസ് who did receive appropriate prophylactic antibiotics divided by number of patients who underwent surgery in the OT into 100. എന്താണ്? നിവാരണത്തിനായിട്ട് ആന്റിബയോട്ടിക് സ്വീകരിച്ച പേഷ്യൻസിന്റെ ആകെ എണ്ണം. അതാണ് നമ്പർ ഓഫ് പേഷ്യൻസ് who did receive appropriate prophylactic antibiotics. രോഗനിവാരണത്തിനായിട്ട് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ച പേഷ്യൻസിന്റെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് who underwent surgeries in OT. എന്താണ്? ഓപ്പറേഷൻ തിയേറ്ററില് സർജറിക്ക് വിധേയമായ പേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ into 100. ക്ലിയർ ആയോ ഫോർമുല? ഇനി പറയണമെങ്കിൽ കമന്റ് ഇടാട്ടോ. ഒന്നുകൂടിയും പറയണോ? ഒന്നുകൂടിയും പറയാട്ടോ. ഒന്നുകൂടിയും പറഞ്ഞു തരാം. ഒരു നിർദ്ദിഷ്ട 18ാമത്തെയാണ് പറയുന്നത് കേട്ടോ. ഒരു നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ എത്ര പേഷ്യൻസ് സർജറി കഴിഞ്ഞ് രോഗനിവാരണവുമായിട്ട് ബന്ധപ്പെട്ട് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചു, അത്തരത്തിലുള്ള കേസുകളുടെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. ഇപ്പൊ ഫോർമുലയിൽ ഫസ്റ്റ് നോക്കിയേ. Number of patients who did receive appropriate prophylactic antibiotics. രോഗനിവാരണത്തിനായി ആന്റിബയോട്ടിക്സ് സ്വീകരിച്ച പേഷ്യൻസിന്റെ ആകെ എണ്ണം. രോഗനിവാരണത്തിനായി ആന്റിബയോട്ടിക്സ് സ്വീകരിച്ച പേഷ്യൻസിന്റെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ്? Number of patients who underwent surgeries in the OT. എന്താണ്? ഓപ്പറേഷൻ തിയേറ്ററില് സർജറിക്ക് വിധേയമായ പേഷ്യൻസിന്റെ ആകെ എണ്ണം into 100. ക്ലിയർ ആയോ 18ാമത്തെ? ഓക്കെ, നമ്മളിപ്പോ ക്ലാസ് തുടങ്ങിയപ്പോ പറഞ്ഞത് 4 ഫോർമുലാസ് ആണ് പറഞ്ഞത്. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ 17ാമത്തെ ഹാൻഡ് ഹൈജീൻ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ സർജറി കഴിഞ്ഞതിന് ശേഷം സർജിക്കൽ വൗണ്ടില് ഇൻഫെക്ഷൻ വരാം അല്ലെ? സർജറിയുമായിട്ട് ബന്ധപ്പെട്ട ആ മുറിവുള്ളവർക്ക് എന്താണ്? ഇൻഫെക്ഷൻ വരാം. അതിന്റെ റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി എങ്ങനെയായിരിക്കാം ആ ഇൻഫെക്ഷൻ വരുന്നത്? ഒന്നുകിൽ എന്താണ്? മര്യാദയ്ക്ക് അവര് സർജറി ചെയ്യാത്തതിന്റെ കാര്യങ്ങളാവാം, അല്ലെങ്കിൽ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് നമ്മള് ഓരോ എക്യുപ്മെന്റ്സ് ഉണ്ടാവുമല്ലോ, അത് നല്ല രീതിയിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യാത്തത് കൊണ്ടാവാം അങ്ങനെ ഇൻഫെക്ഷൻ വരുന്നത്. ഇനി അതിന്റെ ഫോർമുലാസ് ഒന്ന് നോക്കിയേ. നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഇൻ എ given month divided by number of surgeries performed in that month into 100. Number of surgical site infection in given
ദാറ്റ് അല്ലെ ഗിവൺ എ മന്ത് അല്ലെ. ഒരു മന്തില് എന്താണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഉണ്ടായവരുടെ ടോട്ടൽ എണ്ണം, സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഉണ്ടായവരുടെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ ആ മന്തിലെ എത്ര പേര് സർജറി കഴിഞ്ഞിട്ടുണ്ട്, സർജറിക്ക് വിധേയരായിട്ടുണ്ട്, അവരുടെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ഓക്കെ, എല്ലാവർക്കും ഇൻഫെക്ഷൻ വരണമെന്നില്ല, ഏതാനും ചിലർക്ക് മാത്രം വരുള്ളൂ അല്ലെ. അപ്പോ എന്താണ് ടോട്ടൽ നമ്പർ, സർജറിക്ക് വിധേയമാരുടെ ടോട്ടൽ നമ്പറിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, എത്രയാണ് ഇൻഫെക്ഷൻ ഉണ്ടായവരുടെ എണ്ണം. ഓക്കെ, അത് ഇൻറ്റു 100. ക്ലിയർ ആയില്ലേ? ഇനി ഓക്കെ 19ാമത്തെ നോക്കി, നെക്സ്റ്റ് നോക്കി. ഇനി ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ, നെക്സ്റ്റ് പറഞ്ഞോട്ടെ. 19 ഓക്കെ അല്ലേ? 19th വൺ നോക്കിയേ. Percentage of rescheduling surgeries. Rescheduling of surgeries. Rescheduling എന്ന് പറഞ്ഞാൽ എന്താ? Rescheduling percentage of rescheduling of surgeries. ഓക്കെ, മാറ്റി വെക്കല്. ഇവിടെ എന്താണ്? പുനഃക്രമീകരിക്കുക. ഓക്കെ, റീഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാല് പുനഃക്രമീകരിക്കുക കേട്ടോ. ഓക്കെ, മാറ്റിവെക്കല് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, മാറ്റിവെക്കുക അല്ലെങ്കിൽ പുനഃക്രമീകരിക്കുക. പുനഃക്രമീകരിക്കുക കേട്ടോ. Percentage of rescheduling of surgeries. നോക്കിക്കോളൂ. Rescheduling of surgeries consists of cancellation and postponement of the surgery beyond 4 hours. Postpone എന്ന് പറഞ്ഞാൽ എന്താ? Postpone മാറ്റിവെക്കലല്ലേ. ഇപ്പോ നമുക്ക് ഒരു ദിവസം തന്നെ എന്താണ് കുറെ അധികം പേര് സർജറി ചെയ്യാനുണ്ടാവും അല്ലെ. കുറെ പേര് സർജറി നടത്താറുണ്ട് ഒരു ദിവസം തന്നെ അല്ലെ. ഇപ്പോ ഒരാളുടെ സർജറി നടത്തിയപ്പോ എന്താണ് 4 മണിക്കൂർ വൈകി. അപ്പൊ നെക്സ്റ്റ് ഒരാളുടെ സർജറിക്ക് എന്താണ് 4 hours വൈകൂലേ. ഒരാളുടെ സർജറി ചെയ്യുമ്പോൾ 4 മണിക്കൂർ വൈകി, വീണ്ടും 4 മണിക്കൂർ വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുടെ സർജറി ടൈം കൂടുതലാവാം അല്ലെ. അയാൾക്കും എന്താണ് 4 മണിക്കൂർ വരെ വൈകാം. അപ്പൊ 4 മണിക്കൂർ വരെ അങ്ങനെ വൈകിയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 4 hours കൂടുതലായി കഴിഞ്ഞാല് ആ സർജറി ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ആ ദിവസം ചെയ്യാൻ പറ്റില്ല. 4 മണിക്കൂർ വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ സർജറി നമുക്ക് ചെയ്യാൻ പറ്റും. 4 മണിക്കൂർ വരെ നമുക്ക് ഓക്കെയാണ്. 4 മണിക്കൂറിന് ശേഷം വൈകുകയാണെങ്കിൽ സർജറി നടത്താൻ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് കേസസ് rescheduled divided by number of cases planned into 100. എന്താണ്? നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾഡ്, പുനർക്രമീകരിച്ച അതിന്റെ ടോട്ടൽ നമ്പർ അല്ലെ. പുനർക്രമീകരിച്ചിട്ടുള്ള അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കേസസ് പ്ലാൻഡ്, എത്ര സർജറിയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്പർ ഓഫ് കേസസ് പ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സർജറിയാണ് അന്നേ ദിവസം അവിടെ ആസൂത്രണം ചെയ്തത്, അതിൽ എത്ര എണ്ണം പുനർക്രമീകരിച്ചിട്ടുണ്ട്, പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻറ്റു 100. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഫോർമുല നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾഡ്. എന്താണ് ടോമേ, എന്താ പ്രശ്നം? ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടായിരിക്കാം. ചിലപ്പോൾ ഡോക്ടേഴ്സ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഒരു ഡോക്ടർ തന്നെ ചെയ്യുകയാണെങ്കിൽ എന്താണ് നേരം വൈകാം അല്ലെ സർജറീസ്. അപ്പോ പോസ്റ്റ്പോൺ ചെയ്ത് വെക്കും. ഓക്കെ, അതാണോ?
ക്ലിയർ ആയോ? ഫോർമുല ഒക്കെ ആണോ? എന്താണ് റീഷെഡ്യൂൾ ചെയ്ത ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര എണ്ണം അവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു സം ഇൻറ്റു 100. ഇനി എന്താ turn around time for issue of blood and blood components. Okay, time taken to be calculated from the time the request is received in the blood bank till the blood is cross-matched and reserved and available for the transfusion. നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ബ്ലഡ് ബാങ്കിൽ പോയവരുണ്ടോ? ബ്ലഡിന്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ബ്ലഡ് ബാങ്കിൽ പോയവര് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ടോം കൊണ്ടുപോയിട്ടുള്ളത്? ബ്ലഡ് ബാങ്കിൽ പോയപ്പോ എന്തൊക്കെ കൊണ്ടുപോകണം നമ്മൾ അവിടേക്ക്? ഒന്നും കൊണ്ടുപോയില്ലേ? വെറുതെയാണോ പോയത്? കൊടുക്കുന്ന ആളുടെ അല്ലെ, ബ്ലഡ് ആവശ്യമുള്ള ആളുടെ സാമ്പിൾ നമ്മൾ കൊണ്ടുപോകണം. അപ്ലിക്കേഷൻ ഫിൽ ചെയ്ത് കൊടുക്കണം. ഡോക്ടർ നമുക്ക് എന്ത് ചെയ്തു തരുന്നുണ്ട്? ഒരു റിക്വസ്റ്റ് ഫോം തരും അല്ലെ. ബ്ലഡ് ആവശ്യമായ രോഗിയുടെ പേര്, അതുപോലെ അയാളുടെ സാമ്പിള്, അതുപോലെ തന്നെ ഡോക്ടറുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒരു റിക്വസ്റ്റഡ് ഫോം കൂടി കൊണ്ടുപോകണം ഫിൽ ചെയ്തിട്ട്. ഇയാൾക്ക് എന്ത് രോഗമാണ്, രോഗിയുടെ പേര്, രോഗിയുടെ കണ്ടീഷൻ അല്ലെ. ഇങ്ങനെയാണോ? പോയവർക്ക് ഓർമ്മയുണ്ടോ? ഫിൽ ചെയ്ത് കൊടുത്തവർക്ക്? അങ്ങനെ ഒരു റിക്വസ്റ്റഡ് ഫോം ഡോക്ടറുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം ബ്ലഡ് ബാങ്കിലേക്ക്. എന്നാലേ അവര് ആ സാമ്പിള്, രോഗിയുടെ സാമ്പിളും കൂടി കൊണ്ടുപോകണം. എന്നാലേ അവിടെ ക്രോസ് മാച്ച് ചെയ്ത് അയാൾക്ക് അത് യോജിക്കുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ക്രോസ് മാച്ച് ചെയ്തിട്ട് നമുക്ക് അതുപോലെ എത്ര ക്വാണ്ടിറ്റിയിലാണ് ബ്ലഡ് വേണ്ടേ എന്നുള്ളതും കൂടി ഉണ്ടാവുന്നതാണ് റിക്വസ്റ്റഡ് ഫോമിൽ കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. അപ്പോ രോഗിയുടെ പേര്, എന്ത് രോഗമാണ്, എത്ര എമൗണ്ടിൽ വേണം, എത്ര ക്വാണ്ടിറ്റിയിലാണ് ബ്ലഡ് വേണ്ടത്, അങ്ങനെയുള്ള റിക്വസ്റ്റഡ് ഫോമില് ഡോക്ടറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ കൊണ്ടുപോയിട്ട് ആ രോഗിയുടെ സാമ്പിളും കൂടി കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ക്രോസ് മാച്ച് ചെയ്ത് നോക്കും. ഓക്കെ ഓക്കെ, അപ്പൊ അതിന്റെ റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സം ഓഫ് time taken or total number of blood and blood components cross matched or reserved. എന്താണ് നമുക്ക് ക്രോസ് മാച്ച് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് എടുത്ത ടൈമിന്റെ ആകെ തുക. സം ഓഫ് ടൈം ടേക്കൺ. ക്രോസ് മാച്ച് ചെയ്ത് കുറെ നമ്മൾ നോക്കണമല്ലോ, ഇത് ചെയ്തോ അല്ലെങ്കിൽ ഇത് ചെയ്തോ അല്ലെ, ഈ ബ്ലഡ് ചെയ്തോ എന്ന് നോക്കണോ അല്ലെ നമ്മൾ കുറെ. അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കിയതിന്റെ ടോട്ടൽ ടൈം, അതിന്റെ ടൈമിന്റെ ആകെ തുക, ഡിവൈഡ് ഓർ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ഓർ ബ്ലഡ് കമ്പോണൻസ് ക്രോസ് മാച്ച്ഡ് ഓർ റിസീവ്ഡ്. ബ്ലഡിന്റെയും ബ്ലഡ് കമ്പോണൻസിന്റെയും ടോട്ടൽ ക്രോസ് മാച്ച് ചെയ്ത് നോക്കിയിട്ടുള്ള ബ്ലഡിന്റെയും ബ്ലഡ് കമ്പോണൻസിന്റെയും ടോട്ടൽ. ഓക്കെ, മനസ്സിലായോ? ടോട്ടൽ സം ഓഫ് ടൈം ടേക്കൺ ക്രോസ് മാച്ച് ചെയ്ത് അത് നമുക്ക് ബ്ലഡ് നമുക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട്, തരാൻ വേണ്ടിയിട്ട് അവര് എത്ര ടൈം എടുത്തു, അതിന്റെ ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണന്റ് ക്രോസ് മാച്ച്ഡ് ഓർ റിസർവ്ഡ്. കിട്ടിയില്ലേ? ക്രോസ് മാച്ച് ചെയ്ത ബ്ലഡിന്റെയും ബ്ലഡ് കമ്പോണൻസിന്റെയും ആകെ എണ്ണം. ഓക്കെ, ക്ലിയർ ആയോ? ഇവിടെ പറയണോ ഫോർമുല? സം ഓഫ് ടൈം ടേക്കൺ. സം ഓഫ് ടൈം ടേക്കൺ നമുക്ക് തരാൻ വേണ്ടിയിട്ട് അവർ എത്ര ടൈമാണ് എടുക്കുന്നത്, ആ ടൈമിന്റെ ആകെ തുക. ഓക്കെ, ഇനി ഡിവൈഡഡ് ബൈ
total number of blood and blood components cross matched or reserved. Reserved എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരുതി വെക്കുക കേട്ടോ, കരുതി വെക്കുക. അല്ലെങ്കിൽ ക്രോസ് മാച്ച് ചെയ്തിട്ടുള്ള ബ്ലഡിന്റെയും ബ്ലഡ് കമ്പോണൻസിന്റെയും ആകെ എണ്ണം അല്ലെങ്കിൽ കരുതി വെച്ചതിന്റെ ആകെ എണ്ണം. ഇവിടെയാണ് കേട്ടോ ഡിവൈഡ് വരുന്നത്. ഇത് ഓർ ആണേ. ഇവിടെ കണ്ടോ എക്സ്പ്ലനേഷനിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ക്രോസ് മാച്ച്ഡ് ഓർ റിസർവ്ഡ്. അതിന്റെ ഓർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Sum of time taken divided by total number of blood and blood components cross matched or reserved. Clear ആയോ? ഇനി നെക്സ്റ്റ് ആണ് nurse patient ratio for ICUs and ward. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ nurse patient ratio ICUല്, ഓർമ്മയുണ്ടാ പഠിച്ചത്? എങ്ങനെയാ റേഷ്യോ വരുന്നത്? 1:1, 1:2 ആണോ? ഒരു നേഴ്സിന് ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു നേഴ്സിന് 2 പേഷ്യന്റ്. അതുപോലെ തന്നെ ജനറൽ വാർഡിലൊക്കെ ആയിരിക്കുമ്പോ 1:6 വരും കേട്ടോ. 1:6. ഒരു നേഴ്സിന് 6 പേഷ്യന്റ് വരെ ആവാം ജനറൽ വാർഡിലാണെങ്കിൽ. അതുപോലെ സ്പെഷ്യലൈസ്ഡ് വാർഡിലാണെങ്കിൽ 1:4. ഒരു നേഴ്സിന് 4 പേഷ്യന്റ് വരെ. ഓക്കെ, ഇങ്ങനെയാണ് എന്താണ് റേഷ്യോസ് പോകുന്നത്, നേഴ്സ് പേഷ്യന്റ് റേഷ്യോസ് വരുന്നത് കേട്ടോ. 1:1, 1:2. ജനറൽ വാർഡിലാണെങ്കിൽ 1:6 വരും. സ്പെഷ്യലൈസ്ഡ് വാർഡിലാണെങ്കിൽ 1:4. ഓക്കെ, കിട്ടിയില്ലേട്ടോ അമ്മേ? ജനറൽ വാർഡിലാകുമ്പോ 1:6 വരെ ആകാം. ഒരു നേഴ്സിന് 6 പേഷ്യന്റ് വരെ. സ്പെഷ്യലൈസ്ഡ് വാർഡിലാകുമ്പോ 1:4. ഒരു നേഴ്സിന് 4 പേഷ്യൻസ് ഉണ്ടാവും. ഓക്കെ ആണോ? ICUലാകുമ്പോൾ 1:1 അല്ലെങ്കിൽ 1:2 കേട്ടോ. ICUയുടെ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ ജനറൽ വാർഡും സ്പെഷ്യലൈസ്ഡ് വാർഡും മറ്റേത്. ഓക്കെ, അപ്പോ ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓക്യുപ്പൈഡ് ബെഡ്. അല്ലെ, പേഷ്യൻസിന് കിടക്കുന്ന ബെഡ്, എത്ര പേഷ്യൻസ് ഉണ്ടെന്ന ബെഡ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. അപ്പോ അവിടെ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് നഴ്സിന്റെ ടോട്ടൽ എണ്ണം, നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്, അവിടെയുള്ള സ്റ്റാഫുകളുടെ നഴ്സിംഗ് സ്റ്റാഫുകളുടെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓക്യുപ്പൈഡ് ബെഡ്, പേഷ്യൻസ് കൈവശപ്പെടുത്തിയിട്ടുള്ള ബെഡിന്റെ ടോട്ടൽ നമ്പർ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നഴ്സ് പേഷ്യന്റ് റേഷ്യോ കിട്ടും. നഴ്സുമാരുടെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ പേഷ്യന്റ് കൈവശപ്പെടുത്തിയിരിക്കുന്ന ബെഡിന്റെ ടോട്ടൽ നമ്പർ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോ നമ്മുടെ 17th വൺ ഇമ്പോർട്ടന്റ് ആണ്. 19th വൺ പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്, അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഇപ്പോ പറഞ്ഞത് 21 നഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICUs and wards കേട്ടോ. 3 കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത് ഇമ്പോർട്ടന്റ് കേട്ടോ. 17, 19, 21 മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. കൺഫ്യൂസ് ആവില്ല, നിങ്ങൾ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സ്ട്രെസ് കൊടുത്ത് പഠിക്കാം. 32 ഫോർമുലാസ് ഉണ്ട്. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇത്
സ്ട്രെസ് കൊടുത്ത് തന്നെ പഠിക്കണം. ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ വരും, ഫോർമുലാസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, 21 വരെ ഒന്ന് വായിച്ചു നോക്കിയേ. 17, 19, 21. ഇല്ല, 17, 19, 21 കേട്ടോ. പതിനാറ്, 17, 19, 21. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 20ാമത്തെ ഒന്നുകൂടി പറയണോ? 20ാമത്തെ എന്താണ്? നമ്മുടെ ബ്ലഡ് ബാങ്കിൽ ഒരു വ്യക്തിക്ക് ബ്ലഡ് വാങ്ങിക്കാനായിട്ട് പോവുകയാണെങ്കിൽ ഡോക്ടറുടെ കയ്യിൽ നിന്ന് നമ്മളൊരു റിക്വസ്റ്റഡ് ഫോം കൊണ്ട് വേണം പോകാനായിട്ട്. രോഗിയുടെ പേര്, രോഗിക്ക് എന്താണ് അസുഖം, എത്ര ക്വാണ്ടിറ്റിയിലാണ് ബ്ലഡ് വേണ്ടത്, അതുപോലെ എന്താണ് അയാളുടെ സാമ്പിൾ നമ്മൾ കൊണ്ടുപോകണം. അവർക്ക് ക്രോസ് മാച്ച് ചെയ്ത് നോക്കാനായിട്ട് യോജിക്കുമോന്ന് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇതെല്ലാമായിട്ട് നമ്മൾ ബ്ലഡ് ബാങ്കിലോട്ട് പോയി അവർ ക്രോസ് മാച്ച് ചെയ്ത് നോക്കി ഇതിന്റെ റേറ്റ് അതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ് പറഞ്ഞത്? ഫോർമുല പറയാം കേട്ടോ, 1 മിനിറ്റ്. ഫോർമുല നോക്കിയേ. സം ഓഫ് ടൈം ടേക്കൺ divided by total number of blood and blood components cross matched or reserved. അവര് ക്രോസ് മാച്ച് ചെയ്ത് നോക്കും അല്ലെ. അപ്പൊ ക്രോസ് മാച്ച് ചെയ്യാൻ എടുത്ത ടോട്ടൽ ടൈം, കുറെ എണ്ണങ്ങൾ ഇങ്ങനെ നമ്മൾ എടുത്ത് നോക്കണം ക്രോസ് മാച്ച് ആവോ എന്ന്. അപ്പൊ അങ്ങനെ എടുത്ത് നോക്കുന്നതിന്റെ ടോട്ടൽ ടൈമിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ ക്രോസ് മാച്ച് ചെയ്ത് നോക്കിയിട്ടുള്ള ബ്ലഡിന്റെയും ബ്ലഡ് കമ്പോണൻസിന്റെയും ആകെ എണ്ണം. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ ആണോ? അയച്ചു നോക്കൂട്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എന്താണ് കൺഫ്യൂഷൻ ഡോമൻ? എന്താണ് മനസ്സിലായല്ലോ മിസ്സിന്? പറഞ്ഞോളൂ. ടീച്ചറെ, അതായത് ഈ എഴുതിയേക്കുന്നതും നമ്മുടെ ഫോർമുലയും തമ്മിൽ ചെറിയൊരു കൺഫ്യൂഷൻ. പറയൂ, എന്താണ്? അത് സം ഓഫ് ടൈം ടേക്കൺ ഫോർമുലയാണ് ഞാൻ ഇപ്പം പറയുന്നത്. അവിടെ ഒരു ഡിവൈഡഡ് വന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണന്റ് ക്രോസ് മാച്ച്ഡ്.
ഇതെല്ലാം കൂടെ ഹോൾ ഡിവൈഡഡ് ബൈ ആണോ റിസീവ്ഡ്? അല്ല അല്ല അല്ല, ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞുതരാം, കറക്റ്റ് ആക്കി തരാം കേട്ടോ. നോക്കി ഇവിടെ എക്സ്പ്ലനേഷൻ നോക്കിയേ. ക്രോസ് മാച്ച്ഡ് ഓർ റിസർവ്ഡ്, ഓർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സം ഓഫ് ടോട്ടൽ ടൈം ടേക്കൺ എന്നുള്ളത് ഡിവൈഡഡ്, ഇതാണ് ഡിവൈഡഡ് വരുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ക്രോസ് മാച്ച്ഡ് ഓർ റിസർവ്ഡ്. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, റിസർവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കരുതി വെക്കപ്പെട്ട, കരുതി വെക്കപ്പെട്ട. ഓക്കെ, ക്രോസ് മാച്ച് ചെയ്തത് അല്ലെങ്കിൽ കരുതി വെക്കപ്പെട്ടത്. ക്ലിയർ ആയോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് നോക്കാം കേട്ടോ. 22 നോക്കിയേ. വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. വെയിറ്റിംഗ് ടൈം നമ്മൾ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷന് പോകുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട് അല്ലെ? എങ്ങനെയാണ്? ഓപിയില് OP ചീട്ട് എടുത്തു, നമ്മൾ രജിസ്റ്റർ, പേര് വിവരങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തു, ഡോക്ടറെ കാണാനായിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തു, ഡോക്ടറെ കണ്ട് പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ചിട്ട് അവിടെ മരുന്ന് വാങ്ങിക്കാൻ പോകുമ്പോൾ ഫാർമസിയിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട് അല്ലെ? ടോക്കൺ ഒക്കെ ഉണ്ട്. ഇപ്പോ ടോക്കൺ എടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മുടെ നമ്പർ ആവുമ്പോൾ ഫാർമസിയിൽ പ്രിസ്ക്രിപ്ഷൻ കൊടുത്ത് മരുന്ന് വാങ്ങിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. ഓക്കെ ഓക്കെ, നോക്കിക്കോളൂ എക്സ്പ്ലനേഷൻ നോക്കിയേ. വെയിറ്റിംഗ് ടൈം ഈസ് ദ ലെങ്ത് ഓഫ് ടൈം which one should wait in order for a specific action to happen after that action is called for or mandated. Waiting time for outpatient consultation is the time from which the patient has come to the respected outpatient department till the time that respect consult beginnings the assessment. ഇവിടെ പറയുന്നത് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? ഒരു വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ കാര്യം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതിനെയാണ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് അല്ലെ? ഒരു കാര്യം നടത്താനായിട്ട് നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാല് ഒരെണ്ണം കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഡോക്ടറെ കാണാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ മെഡിസിൻ വാങ്ങിക്കാനായിട്ട് നമ്മൾ OP അല്ലെ, ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെയാണ്. കൺസൾട്ടേഷന് വേണ്ടിയിട്ട് അതുപോലെ മരുന്ന് വാങ്ങിക്കാനായിട്ടുമാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ? ഇങ്ങനെയല്ലേ? ഓർക്കുന്നുണ്ടോ? ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ അങ്ങനെയാണ്. ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ടും അതുപോലെ മരുന്ന് വാങ്ങിക്കാനായിട്ടുമാണ് നമ്മൾ ഈ രണ്ട് കാര്യത്തിനായിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവര് പറയുന്നത് വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാല് നമ്മുടെ ഫോർമുലയില് ഇവര് പറയുന്നത് വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പേഷ്യന്റ് എത്തി ഡോക്ടർ പ്രാഥമിക വിലയിരുത്തല് നടത്തുന്നത് എപ്പോഴാണോ അവിടെ വരെയുള്ള ടൈമാണ് വെയിറ്റിംഗ് ടൈം ആയിട്ട് ഇവര് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് അതാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഇവർ ഈ ഫോർമുലയിൽ പറഞ്ഞിരിക്കുന്നത് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു വ്യക്തി, ഒരു പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് എത്തി നമ്മൾ ടോക്കണൊക്കെ എടുത്തു കഴിഞ്ഞ് അതിനുശേഷം എന്താണ്? ഡോക്ടർ പ്രാഥമിക വിലയിരുത്തല് നടത്തുന്നത് എപ്പോഴാണോ അതുവരെയുള്ള ടൈം. മനസ്സിലായോ? ഇനീഷ്യൽ അസസ്മെന്റ്. ഓക്കെ, അതുവരെയുള്ള ടൈമിനെയാണ് നമ്മൾ ഇവിടെ വെയിറ്റിംഗ് ടൈം ആയിട്ട് ഇവര് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കിക്കോളൂ, ഇതിന്റെ ഫോർമുല നോക്കിയേ. സം ടോട്ടൽ പേഷ്യന്റ് ഇൻ
time for consultation divided by total number of outpatients. Consultation വേണ്ടി പേഷ്യന്റ് എത്തി അതിന്റെ ആ സമയത്തിന്റെ ആകെ തുക, പേഷ്യന്റ് എത്തിയത് വരെയുള്ള സമയത്തിന്റെ ആകെ തുക, കൺസൾട്ടേഷന് വേണ്ടിയിട്ട് പേഷ്യന്റ് എത്തിയതിന്റെ എത്ര ടൈമാണ് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് പേഷ്യന്റ് വെയിറ്റ് ചെയ്തിരുന്നത് അതിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട് പേഷ്യന്റ്. എത്ര ഔട്ട് പേഷ്യൻസ് ആണ് അവിടെ വന്നിരിക്കുന്നത്, അവിടെ ടോട്ടൽ നമ്പർ. മനസ്സിലായോ? അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ റേറ്റ് കിട്ടും. അപ്പൊ ഡോക്ടറുടെ പ്രാഥമിക വിലയിരുത്തുന്നതിനായിട്ട് എത്ര ടൈം രോഗി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ആ സമയത്തിന്റെ ആകെ തുക, കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഡോക്ടറെ കാണാനായിട്ട് രോഗി എത്ര ടൈം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അതിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ അവിടെ എത്ര രോഗികളാണ് ഔട്ട് പേഷ്യൻസ് ആണ് വന്നിരിക്കുന്നത് അവരുടെ ആകെ തുക. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് 23rd കേട്ടോ. മോനെ ഇവിടെ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇവര് വെയിറ്റിംഗ് ടൈം ആയിട്ട് കണക്കാക്കുന്ന ഫോർമുലയില് ഇവര് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത് അതാണ് കേട്ടോ. ഓക്കെ, എന്താണ് മിസ് പറഞ്ഞത്? എന്താണ്? ഒരു രോഗി ഹോസ്പിറ്റലിൽ എത്തി, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് എത്തി, ഡോക്ടർ എപ്പോഴാണോ ആ രോഗിയെ പ്രാഥമിക വിലയിരുത്തുന്നതിനായിട്ട് ആ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് അടുത്ത് വരുന്നത് ആ ടൈം വരെയുള്ള ടൈം ഗ്യാപ്പ് ഉണ്ടാവില്ലേ, അതാണ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ആണോ? ഈ 23rd ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെക്കാം. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. രോഗനിർണയത്തിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര ടൈം വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഇതിന്റെ റേറ്റ് ആണ് അടുത്തത്. എത്ര ടൈമാണ്, എത്ര ടൈം ഗ്യാപ്പ് ആണ് അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വെയിറ്റിംഗ് ടൈം ഫോർ ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെക്കണം. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് ഈസ് ടൈം from which the patient has come to the diagnostic service till the time that the test is started. ഒരു രോഗത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് അസുഖം എന്ന് നമുക്കറിയില്ല അല്ലെ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറയാറുണ്ട് നിങ്ങളൊന്ന് സ്കാൻ ചെയ്തിട്ട് വരും എന്ന് പറയാറുണ്ട് അല്ലെ. ഓക്കെ, ആ സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് ഡോക്ടറുടെ അടുത്ത് വരുമ്പോഴാണ് ഡോക്ടർ പറയുന്നത് നിങ്ങൾക്ക് ഇന്ന അസുഖമാണ്, ഇന്ന ട്രീറ്റ്മെന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, പറയാറില്ലേ? അപ്പോ അങ്ങനെയുള്ള വെയിറ്റിംഗ് ടൈം ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ രോഗനിർണയത്തിന് വേണ്ടിയിട്ട് നമ്മള് കുറച്ച് ടൈം അവിടെ സ്കാനിങ്ങിനൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാറുണ്ട്. അതിന്റെ റേറ്റ്, അതിന്റെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ, സോറി പെർസെന്റേജ് അല്ല, അതിന്റെ ടൈം ഗ്യാപ്പ് അതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പൊ നോക്കാം, എക്സാമ്പിൾ നമുക്ക് പറഞ്ഞു തരാം. ഒരു രോഗി ഹോസ്പിറ്റലിൽ എത്തി, ഡോക്ടർ എന്ത് ചെയ്തു? രോഗനിവാരണത്തിനായിട്ട് ഡോക്ടർ ഒരു റിക്വസ്റ്റ് സ്കാൻ ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റഡ് ഫോം ഡോക്ടർ കൊടുത്തു. അപ്പോ ഒരു രോഗി എന്ത് ചെയ്തു? ആ റിക്വസ്റ്റഡ് ഫോം ആയിട്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും ഇല്ലേ, സ്കാൻ ചെയ്യാൻ, അല്ലെങ്കിൽ MRI എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഒന്ന് എഴുതി തരോ അല്ലെ, പ്രിസ്ക്രിപ്ഷൻ ഇല്ലേ. അപ്പൊ അതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകും. ഇനി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെത്തി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ
കൗണ്ടറിൽ കൊടുക്കുന്നത് മുതൽ നമ്മൾ ആ ഫോം ഡോക്ടർ തന്ന ഫോം റേഡിയോളജിയിലെ കൗണ്ടറിൽ കൊടുക്കുന്നത് മുതല് നമ്മുടെ സ്കാനിങ്ങിന് വിധേയമാക്കുന്നത് വരെയുള്ള ടൈം ഗ്യാപ്പ്. ഓക്കെ, കുറച്ചു നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കാറില്ലേ, ആ ടൈം ഗ്യാപ്പ് ഇതിനെയാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ആ റിക്വസ്റ്റഡ് ഫോമുമായിട്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് പോയി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കൗണ്ടറിലെ ആ ഫോം കൊടുത്തു. എന്നിട്ട് നമ്മളോട് വെയിറ്റ് ചെയ്തിരിക്കാൻ പറയാറുണ്ട് അല്ലെ, ആ സ്കാനിങ്ങിന് വിധേയമാക്കുന്നത് വരെയുള്ള ടൈം ഗ്യാപ്പ് അതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? വെയിറ്റിംഗ് ഫോർ ഡയഗ്നോസ്റ്റിക്സ്. ഓക്കെ, അതിന്റെ ഫോർമുല നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ തെറ്റുണ്ടാവും. മിസ് പറഞ്ഞു തരാം. സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡയഗ്നോസ്റ്റിക് എന്നാക്കണം കേട്ടോ. ഇവിടെ തെറ്റുണ്ട്, ഇവിടെ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. നിങ്ങൾ കറക്റ്റ് ആണോ കൊടുത്തിരിക്കുന്നത്? സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡയഗ്നോസ്റ്റിക്സ് തന്നെയാണോ? ഇല്ല, ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. മാത്രം ഒന്ന് എഴുതിയെടുത്താൽ മതി. സം ഓഫ് time taken for diagnostics. Sum of time taken for diagnostics divided by same തന്നെയാണ് ട്ടോ, number of patients reported in diagnostics. ഒന്നുകൂടി ഫോർമുല പറയാം. Sum of time taken for diagnostics divided by number of patients reported in diagnostic. എനിക്ക് തോന്നിയല്ലേ? തെറ്റുണ്ടെന്ന് തോന്നി. ഓക്കെ, ഇപ്പൊ എന്താണ്? സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡയഗ്നോസ്റ്റിക്സ് അല്ലെ. ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടി, രോഗനിർണയത്തിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര ടൈം അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ, എത്ര ടൈം എടുക്കുന്നുണ്ട്. സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡയഗ്നോസ്റ്റിക്സ്, ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കുന്നുണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് റിപ്പോർട്ടഡ് ഇൻ ഡയഗ്നോസ്റ്റിക്സ്. ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടി അവിടെ എത്ര പേഷ്യന്റ് വരുന്നുണ്ട്, അതേ മൊത്തം വന്ന പേഷ്യന്റിന്റെ മൊത്തം ടോട്ടൽ നമ്പർ. ചെയ്യുമ്പോ എന്ത് കിട്ടും? എന്താ കിട്ടുന്നത് നമുക്ക്? വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. ഓക്കെ, അപ്പൊ അവിടെ ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടിയിട്ട് എടുത്ത ടൈം, അതിന്റെ ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടിയിട്ട് എത്ര പേഷ്യൻസ്, ആകെ ടോട്ടൽ എത്ര പേഷ്യൻസ് ആണോ അവിടെ വന്നിരിക്കുന്നത് അവരുടെ ടോട്ടൽ എണ്ണം. ക്ലിയർ ആയോ? ഇത്രയും മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത്ര വരെ പഠിച്ചിട്ട് വരാം. ഒന്നുകൂടി പറയാം മിസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ആദ്യം മുതൽ ഒന്നുകൂടി വായിക്കാം കേട്ടോ. ഫസ്റ്റ് വൺ തുടങ്ങി ഒന്നുകൂടി വായിക്കാം. ടോം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. 22 ഒന്നുകൂടി പറയണോ? 22 വെയിറ്റിംഗ് ഫോർ അല്ലേ. നമ്മള് വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട്പേഷ്യൻ കൺസൾട്ടേഷൻ. ഇപ്പൊ വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാർട്ടിക്കുലർ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു അല്ലെ. ഒരു കാര്യം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതിനെയാണ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഔട്ട്പേഷ്യന്റിൽ നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ ഔട്ട്പേഷ്യൻ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പോകുമ്പോൾ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കാറ്. ഒന്നെന്താണ്? ഡോക്ടറെ കൺസൾട്ടേഷൻ അല്ലെ, കൺസൾട്ട് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്. അതുപോലെ മരുന്ന് വാങ്ങിക്കുമ്പോഴും നമ്മളവിടെ വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഇവര് പറയുന്നത് വെയിറ്റിംഗ് ടൈം ഔട്ട്പേഷ്യൻ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? ആ ടൈം ഗ്യാപ്പ് ഇവര് പറയുന്നത് ഇങ്ങനെയാണ്. ഡോക്ടർ പ്രാഥമിക വിലയിരുത്തലിന് നടത്തുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴാണോ അവിടെ വരുന്നത് ആ ടൈം, അതാണ് വെയിറ്റിംഗ് ടൈം. രോഗി ഔട്ട്പേഷ്യൻ ഡിപ്പാർട്ട്മെന്റിൽ എത്തി
ഡോക്ടർ ആ രോഗിയെ ഇനീഷ്യൽ അസസ്മെന്റിന് വേണ്ടിയിട്ട് പ്രാഥമിക വിലയിരുത്തൽ നടത്താനായിട്ട് വേണ്ടി എപ്പോഴാണ് വന്നത്? ആ ടൈമിൽ രോഗികള് അവിടെ എത്തി. അവിടെ മുതല് ഡോക്ടറെ കൺസൾട്ടേഷൻ ചെയ്യാനായിട്ട് എത്തുന്ന ടൈമില്ലേ, ഡോക്ടർ നമ്മളെ കാണാനായിട്ട് വരുമ്പോ എന്താണ്, നമ്മള് ഡോക്ടറെ കാണാനായിട്ട് ചെയ്യുന്ന ടൈം ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. നമ്മള് ഔട്ട്പേഷ്യന്റിൽ എത്തി, ഔട്ട്പേഷ്യൻ ഡിപ്പാർട്ട്മെന്റിൽ എത്തി, അവിടെ വെയിറ്റ് ചെയ്തിരുന്ന് ഡോക്ടർ പ്രാഥമിക വിലയിരുത്തലിനായിട്ട് നമ്മള് ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോ ആ ടൈം വരെ നമ്മൾ വെയിറ്റ് ചെയ്യില്ലേ, ആ ടൈമിനെയാണ് ഇവിടെ വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട്പേഷ്യൻ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതെന്ന് വെച്ചാലേ നമ്മളീ അതെല്ലാം കഴിഞ്ഞ് ഹോൾ മേഡം പറഞ്ഞില്ലായിരുന്നു, ടീച്ചർ പറഞ്ഞില്ലായിരുന്നു, എല്ലാം കഴിഞ്ഞിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട് പേഷ്യൻസ് ഇല്ലായിരുന്നോ? അപ്പൊ ഈ ഫാർമസിയിലോട്ട് നമ്മൾ ചെല്ലുന്നത് ഇതിന് മുൻപേ ആണോ? ടോട്ടൽ നമ്പർ ഓഫ് OPയുടെ അവിടെ ഫാർമസി അവിടെ ആണോ അതോ അതിന് മുൻപേ ആണോ? അല്ല മോനെ, ഇപ്പോ രോഗികള് പലരും വന്നിട്ടുണ്ടാവുമല്ലോ, കുറെ രോഗികളുടെ എണ്ണം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എത്ര പേര് ഡോക്ടറെ കാണാൻ വന്നിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വന്നു, അത് കഴിഞ്ഞ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫാർമസിയിൽ പോയി സാധനം വാങ്ങിച്ചു പോകുന്നു അല്ലേ? അവിടെ എത്രമാത്രം നോക്കിയാൽ മതി, എത്ര പേഷ്യൻസ് ആണ് ഡോക്ടറെ കാണാൻ വന്നിരിക്കുന്നത്, അവരുടെ ടോട്ടൽ നമ്പർ മാത്രമാണ് നമ്മളവിടെ നോക്കുന്നത് കേട്ടോ. ഫോർമുല മാത്രം പഠിച്ചു വെച്ചാൽ മതി, ഇത് കാൽക്കുലേഷൻ ഒന്നും വരില്ല, ഫോർമുല മാത്രം പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ മേഡം താണ്ട് എന്തോ ഒരു കൊച്ചിടാണ്ട് മാൻഡേറ്റഡോ എന്ന് അതിന്റെ മീനിങ് ചോദിച്ചോണ്ടേ ഇരിക്കുന്നു കുറെ നേരമായി. പാലിക്കേണ്ടതെന്നൊക്കെ പറയില്ലേ, എന്തോ മാൻഡേറ്റഡോ എന്തോ മീനിങ്ങോ? ഓക്കെ മാഡം, താങ്ക് യു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങള് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഈ ഫോർമുലാസ് ഒക്കെ ഒന്ന് വായിച്ച് പഠിച്ചിട്ട് വരാട്ടോ. ഇമ്പോർട്ടന്റ് ഞാൻ പറഞ്ഞു വെച്ചിട്ട് നോക്കി വായിച്ച് പഠിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഡൗട്ട് ഒന്നുമില്ലല്ലോ ഇനി? ഓക്കെ ആണോ? ഇമ്പോർട്ടന്റ് ഉള്ളത് ടോമിനൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. മിസ് തുടങ്ങി ഇപ്പൊ എടുത്തത് വരെയുള്ള ഇമ്പോർട്ടൻസ് ഒന്ന് ടോമിന് പറഞ്ഞു കൊടുക്കണം കേട്ടോ, ഫോർമുലാസ്.